MDMA കേസിലെ പ്രതികളെന്ന പേരിൽ യുവ അഭിഭാഷകരുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല അടക്കമുള്ളവർക്കെതിരെ പോലീസിൽ പരാതി. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി സൈബർ സെല്ലിന് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചതായി പരാതിക്കാരിയായ അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ നേതാവും ഹൈക്കോടതി അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണനും സുഹൃത്തുക്കളായ 3 പേരുമാണ് MDMA കേസിലെ പ്രതികൾ എന്ന പേരിൽ തങ്ങളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെ പരാതി നൽകിയത്. മനീഷ രാധാകൃഷ്ണനും SFI സംസ്ഥാന കമ്മിറ്റി അംഗമായ അജ്മില ഷാൻ, മുൻ പ്രോസിക്യൂട്ടർ ഹസ്നമോൾ, ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം ചിഞ്ചു B കൃഷ്ണ എന്നിവർ ചേർന്ന് അവരുടെ വാഹനത്തിലിരുന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇടാനായി ഒരു റീൽ ചിത്രീകരിച്ചു. ഇത് എല്ലാവരുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാര്യമായ നിലയിൽ ഷെയർ ചെയ്യപ്പെടുകയും പോസിറ്റീവ് കമന്റുകൾ വരികയും ചെയ്ത ഈ വീഡിയോ ഒരു ദിവസത്തിന് ശേഷം MDMA കേസ് പ്രതികളായ സഹാത്തികൾ എന്ന പേരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു. വടകരയിൽ ഓപ്പറേഷൻ തൂഫാൻ അന്വേഷണത്തിന്റെ ഭാഗമായി MDMA കേസിൽ അറസ്റ്റിലായ സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേറ്റർമാരായ അധ്യാപകമാരുടെ കേസുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ഈ യുവ അഭിഭാഷകരുടെ ദൃശ്യങ്ങൾ നൽകിയത്. ഇത്തരം പോസ്റ്റുകൾ ഒരു ദിവസം കൊണ്ട് തന്നെ വ്യാപകമായി പ്രചരിക്കുകയും പലരും വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തതോടുകൂടിയാണ് അഭിഭാഷകർ പോലീസിനെ സമീപിച്ചത്. എറണാകുളം സെൻട്രൽ പോലീസിലാണ് പരാതി നൽകിയത്. തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തോടുള്ള എതിർപ്പാണ് ഇത്തരം വേട്ടയാടലുകൾക്ക് പിന്നിലെന്ന് അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങളെ പോലുള്ള ആളുകൾ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതിന്റെ ഒറ്റപ്പേരിൽ ഞങ്ങളെ എന്തുമാക്കി കളയാം, ഞങ്ങൾ സമൂഹത്തിൽ കൊള്ളരുതാത്ത മനുഷ്യരാക്കി കളയാം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു. അവർക്ക് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളിൽ ഒരു ഭയമില്ലാതായി തീരുന്നു. നമ്മുടെ നാട് ആരാണ് ഭരിക്കുന്നത്? അവരാണല്ലോ നമ്മുടെ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ നിർദ്ദേശം കൊടുക്കേണ്ട ആളുകൾ. അവരെ ഭയമില്ലാതായിരിക്കുന്നു. അവർ ഇതിനൊക്കെ എങ്ങനെയാണ് കൂട്ടുനിൽക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അത്ഭുതം തോന്നിപ്പോവാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. BNS അടക്കമുള്ള IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ നോൺ വെയിലബിൾ ആയിട്ടുള്ള ഒഫൻസുകൾ ആഡ് ചെയ്ത് FIR രജിസ്റ്റർ ചെയ്യുന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ശശികലയ്ക്ക് പുറമെ കോൺഗ്രസ് പ്രൊഫൈലുകളിലും വ്യാജ പ്രചരണം ശക്തമാണ്. തിരിച്ചറിഞ്ഞ 12 പ്രൊഫൈലുകളെ പ്രതി ചേർത്താണ് അഭിഭാഷകർ പരാതി നൽകിയത്. പരാതി സൈബർ സെല്ലിന് കൈമാറുമെന്ന് SHO അറിയിച്ചതായി അഭിഭാഷകർ പറഞ്ഞു. ന്യൂസ് മലയാളം, കൊച്ചി.